അന്തർദേശീയ നിലവാരമുള്ള ഈ 6 വരിപ്പാതയിൽ നിന്നും കോഴിക്കോട് നഗരത്തിലേക്ക് എത്തണമെങ്കിൽ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. 4 വരിപ്പാതയുടെ പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലാണ്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് പ്രതിസന്ധിയായി നിൽക്കുന്നത്. അടുത്ത മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറയുന്നത്. ഒരു 6 വരിപ്പാതയെല്ലാം നമുക്കൊരു ഹൈവേ എല്ലാം വരുന്ന എക്സ്പ്രസ് ഹൈവേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ലോക്കൽ ഇങ്ങനെയുള്ള ഈ റോഡുകളുടെ നന്നായെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരുന്നു. ഇത്രയും പെട്ടെന്നാക്കിയാൽ നന്നായി. കോഴിക്കോട്ടുകാർ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ഈ റോഡിന്റെ പ്രവൃത്തി ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കേണ്ടത് മലാപ്പറമ്പ് എരഞ്ഞിപ്പാലം ഭാഗമാണ്. ഡ്രൈനേജ് പ്രവൃത്തി ഈ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ പല ഭാഗത്തും ഇപ്പോഴും അതിൻ്റെ പ്രാഥമിക പ്രവൃത്തികൾ പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തുടങ്ങിയിട്ട് ബുദ്ധിമുട്ട് കാലങ്ങളായി. ഇതുവരെ അത് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ ഇതുവരെ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എരഞ്ഞിപ്പാലം മുതൽ മാനാഞ്ചിറ വരെയുള്ള ഭാഗത്താണ് മെല്ലെപ്പോക്ക് രൂക്ഷം. ഇവിടെ പ്രധാനമായും പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കലും അതോടൊപ്പം തന്നെ കേബിളുകൾ മാറ്റി സ്ഥാപിക്കലുമാണ്. ഇതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നുണ്ട്. റോഡിൻ്റെ പ്രവൃത്തി വൈകുന്നുണ്ടെന്ന് വെച്ചാൽ വൈകുന്നുണ്ട്. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ മിക്കവാറും ഈ നമ്മുടെ ഇവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മറ്റേ കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ബുദ്ധിമുട്ടായിരിക്കാൻ മിക്കവാറും വൈകാനുള്ള സാധ്യത. 24 മീറ്റർ വീതിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് റോഡ് നിർമ്മിക്കുന്നത്. 5.3 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് ഏതാണ്ട് 80 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ഈ നീണ്ട നിരയും ഗതാഗത തടസ്സവും മാറ്റണമെങ്കിൽ 4 വരിപ്പാതയുടെ പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് പരിഹാരമാർഗം. ഉദ്യോഗസ്ഥലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാവണം. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.